ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. ഇത്തവണ നമ്മളൊരു പുതിയ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇതൊരു റീവർക്കാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ. ഈ ഒരു പാനൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ മോഡൽ മാറ്റിയിട്ട് നല്ല കിടിലം ലുക്കായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളതിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ബ്ലൂടൂത്ത് ഇല്ലാത്ത USB പാനൽ ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ മോഡൽ വ്യൂ മീറ്ററൊക്കെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. LED വരുന്ന ഇത് കുറച്ചധികം പഴക്കമുള്ളൊരു ആംപ്ലിഫയർ ആണ്. പിന്നെ കൺട്രോൾസ് ആയാലും കുറേ ഒരു ടൈപ്പ് ഉണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു PA സിസ്റ്റത്തിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. വോളിയം ആണെങ്കിൽ പോലും ലെഫ്റ്റ് റൈറ്റിനെല്ലാം സെപ്പറേറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 സബ്ബൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു 2.1ൻ്റെ ഒരു ആംപ്ലിഫയർ ആയിരുന്നു. അത് ഈ ഒരു ഫ്രണ്ട് പാനലിൽ ചെയ്തിരിക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് ചേഞ്ച് ചെയ്ത് ഫ്രണ്ട് പാനലൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല ഹെവി ആക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തു. കട്ടിങ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ബോർഡിനൊന്നും പ്രശ്നം വരാത്ത രീതിയിലാണ് നമ്മളിത് മാക്സിമം അധികം റിസ്ക് എടുത്താണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ഇനി ഫ്രണ്ട് പോർഷൻ നമ്മൾ പരിചയപ്പെടുത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ ഫ്രണ്ട് പോർഷനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും. അപ്പോൾ ഈ കാണുന്ന ഈ കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, ഈ വീതി പറഞ്ഞ ആ ഒരു പോർഷനിലാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പം ഒട്ടിക്കേണ്ട ഗം ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫെവി ബോണ്ട് എന്ന് പറഞ്ഞൊരു ഗമ്മാണ്. അത് എല്ലാ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഈ 4 സൈഡിൽ ബോർഡറിലായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് മാക്സിമം പോയി 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ പാനൽ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. പാനൽ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മളതൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിന് ശേഷം ഈ പാനൽ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ കാണുന്ന ഈ വയറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഏതൊക്കെയാണ് ഇതിൻ്റെയൊക്കെയാണ് കണക്ഷൻ എന്നുള്ളത് മുൻകൂട്ടി നമ്മളെടുത്ത് ഒരു പാനലൊക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ടെസ്റ്റ് അടിച്ചാൽ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പാനൽ ആഡ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. സ്പേസ് ഇല്ലാത്തതുകൊണ്ടും വളരെയധികം റിസ്ക് എടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഈ ഒരു പാനൽ ഒട്ടിച്ചതിന് ശേഷം ഈ കാണുന്ന ഒരു ലുക്കിലോട്ടാണ് എത്തിയിരിക്കുന്നത്. വോളിയം കൺട്രോളിലെ നോബെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പവർ സ്വിച്ചും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. വയറിംഗ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയില്ല. വയറിംഗ് നീറ്റാക്കാൻ നിന്നില്ല. ഇതിനകത്ത് ഇനി ഒരു കമ്പോണൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് ടെമ്പറേച്ചർ സെൻസർ. അതായത് ഹീറ്റിനനുസരിച്ച് മാത്രം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് മാത്രമേ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഓൺ ആവത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള ഒരു സർക്യൂട്ട് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇനി ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിൽ വയറിംഗ് ഞാൻ അധികം നീറ്റാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് ഫ്രണ്ട് പാനൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വ്യൂ മീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ വ്യൂ മീറ്റർ എന്നാ കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് പാനലാണെങ്കിലും G-Starൻ്റെ ബ്ലൂടൂത്ത് പാനൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതും വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് വരുന്ന ആ ഒരു പാനലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മാറ്റും ഗ്ലോസിയും വരുന്ന ഒരു ഫിനിഷ് ലുക്കിലോട്ട് നമ്മൾ എത്തിച്ച് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ല അടിപൊളിയാക്കി. ഈ ഒരു ആംപ്ലിഫയർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പഴയ ആ ഒരു മോഡലാണെന്ന് തോന്നത്തേയില്ല. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ പുതിയ ആംപ്ലിഫയർ, നല്ല ലുക്കുള്ളൊരു ആംപ്ലിഫയർ ആയിട്ട് തോന്നിയില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഇരിക്കുന്ന ആംപ്ലിഫയർ ഏതെങ്കിലും ഫ്രണ്ട് പാനൽ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഓഡിയോയിൽ എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലം ചന്ദനത്തോപ്പ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിൽ നേരിട്ട് നിങ്ങൾ ഈ ഒരു ആംപ്ലിഫയർ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആൾട്രേഷൻ ചെയ്യണം, എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയാം. അതിനനുസരിച്ച് നമുക്ക് ആംപ്ലിഫയർ ഏത് രീതിയിലുള്ള ഏത് ടൈപ്പ് ആംപ്ലിഫയർ ആയാലും നമ്മൾ ആൾട്രേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആൾട്രേഷൻ വീഡിയോസും പുതിയതായിട്ടുള്ള അസംബ്ലിങ് വീഡിയോസും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.